തലസ്ഥാനത്ത് കുടിവെള്ളം മുടങ്ങിയിട്ട് 4 ദിവസം. കോർപ്പറേഷൻ പരിധിയിലെ 44 വാർഡുകളിൽ കുടിവെള്ളം പൂർണ്ണമായും ഭാഗികമായും മുടങ്ങി. കുടിവെള്ളമില്ലാതെ ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോഴും അനങ്ങാതെ കോർപ്പറേഷനും അധികൃതരും. പൊതുജനം കുടിവെള്ളമില്ലാതെ നെട്ടോട്ടമോടുമ്പോൾ അവസാനം മന്ത്രി എത്തി. 4 മണിക്ക് വെള്ളം വരുമെന്നാണ് വാഗ്ദാനം. നോക്കാം. എന്നാൽ ഇന്ന് ഈവനിങ്ങിന് മുമ്പ് നമുക്ക് തിരുവനന്തപുരത്ത് മുമ്പത്തേക്കാളും ഭംഗിയായിട്ട് വെള്ളം കൊടുക്കാനായിട്ട് സാധിക്കുന്ന സ്ഥിതി ഉണ്ട്. അല്ല, പി ടി പിയിലേക്ക് ആയിരുന്നല്ലോ നമ്മൾ ഈ ആദ്യം ഞാൻ പറഞ്ഞ 500 mm പണി പൂർത്തിയാകുന്നതോടുകൂടി പി ടി പി ടാങ്കിലേക്കുള്ള ലൈനായിട്ട് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഈ പറയപ്പെടുന്ന ഈ വാൽവിൽ നിന്ന് ഇത് ബ്ലോക്ക് ചെയ്തപ്പോൾ അത് കുറേ ക്ലിയർ ആക്കായിരുന്നു. പക്ഷേ നമുക്കത് വന്ന ഒരു ചെറിയ തകരാറുകൊണ്ടാണ് ഒരു താമസം നമുക്ക് നേരിട്ടത്. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ ഒരേ സമയം തന്നെ ഇത് പൂർത്തീകരിക്കാനായിട്ട് കഴിയും. സാധ്യമായ സ്ഥലങ്ങളിലൊക്കെ ആവശ്യമനുസരിച്ച് പൂർണ്ണമാകാൻ ഒരിക്കലും സാധ്യമല്ലെന്ന് നന്നായിട്ട് അറിയാമെങ്കിൽ പോലും കുടിവെള്ളം നമുക്ക് ടാങ്കറിലൂടെ എത്തിച്ച് കൊടുക്കുന്നുണ്ട്. പൊതുജനം ആരോട് പറയും? നിരന്തരമായിട്ട് വിളിച്ച് അപേക്ഷിക്കുന്നില്ലേ? നിരന്തരമായി വിളിച്ച് പരാതികളും പറയുന്നുണ്ട്. പക്ഷെ ആരും കേൾക്കുന്നില്ല. അതാണ് അവരുടെ പരാതികൾ. കോർപ്പറേഷൻ്റെ സ്മാർട്ട് വാൻഡർ മാപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അപ്പോൾ അതുവഴിയാണ് ഈ ടാങ്കറൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി അവർ പറയുന്നത്. അപ്പോൾ നമുക്കില്ല, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നിപ്പോൾ രാവിലെ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഇവിടെയൊക്കെ പിടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ കൊച്ചു കുഞ്ഞുമാണ്, 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമാണ് ഉള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. ഇങ്ങനെ 4 ദിവസമായിട്ട് തലസ്ഥാനത്തെ കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ആളുകളൊക്കെ താമസവും മാറിപ്പോയി. അപ്പോൾ ഒരു തരത്തിലും ജനങ്ങൾക്ക് കുടിവെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറി. നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ വീഴ്ചയാണിത്. കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ റെയിൽവേ കട്ട് ചെയ്ത് കൊടുക്കുന്ന 1-2 ദിവസം കൊണ്ട് ചെയ്യാമെന്നുള്ളതല്ലേ. ഇതിപ്പോൾ എത്ര ദിവസമായി? ഇപ്പോൾ ഇന്നും തിരിയാവില്ല എന്നാണ് പറയുന്നല്ലേ. എനിക്കറിയില്ല അതിനെപ്പറ്റി. എന്താ പറയുക, വളരെ ദയനീയം. വളരെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പല ജില്ലകളിലേക്ക് മാറിപ്പോവുകയാണ്. ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം വാങ്ങിക്കുന്നത്. വെള്ളം കുടിക്കുന്നത്, അതുപോലെ കുപ്പിവെള്ളം വാങ്ങിച്ച് ഗേസ് വെള്ളം വാങ്ങിച്ചാണ് ബാത്റൂമിൽ പോണത്. എല്ലാം അതിലാണ്. കുപ്പിവെള്ളം മേടിച്ചിട്ടാണോ? അല്ലാതെ വേറെ നിവർത്തിയില്ല. അപ്പോൾ ഈ കുപ്പിവെള്ളം വാങ്ങിച്ചാൽ അങ്ങനെ ബാത്റൂമിൽ പോകേണ്ട ഗതികളാണ് വന്നേക്കുന്നത്. ഇത്രയും കാലം ഇല്ലാത്ത ഒരു സംഭവമാണ്. ഇന്ന് 5 ദിവസം ആവുകയാണ്. സർക്കാർ ഇതിന് ഒരു നടപടി എടുക്കില്ലെന്ന് വെച്ചാൽ പാവപ്പെട്ട ജനങ്ങൾ ഇപ്പോൾ ഈ കണക്കിന് ആൾ 2 ദിവസമുള്ള ആളുകൾ മരിക്കും. ഇതുപോലുള്ള കുഴലുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് തിരുവനന്തപുരത്ത് ഒരുപാട് ജീവിതങ്ങൾ. വെള്ളമില്ലാതെ ഇവിടെ തന്നെ സ്ഥലം വിട്ടുപോയവരുണ്ട്. ഇന്ന് 4 മണിയോടുകൂടി വെള്ളം വരുമെന്നാണ് വകുപ്പ് മന്ത്രിയുടെ വാഗ്ദാനം. നമുക്ക് കണ്ടിരുന്ന് കാണാം. ഇല്ലെങ്കിൽ വീണ്ടും ഈ വാർത്ത ആവർത്തിക്കും. ക്യാമറമാൻ വിജു പരവൂരിനോടൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.